ആനശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കോന്നി കല്ലേലി എസ്റ്റേറ്റ് നിവാസികൾ. കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും കാട്ടാനയുടെ സാന്നിധ്യം പതിവായതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസവും കാട്ടാന എത്തി പ്രദേശത്ത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ഒരു വീടിന്റെ ഗേറ്റും തകർത്തു. മണിക്കൂറുകളോളം പ്രദേശത്തെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനകൾ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു. പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരിടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആനയെ പേടിച്ച് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് പത്തനംതിട്ട കല്ലേലിയിലുള്ളത്. നേരം വെളുപ്പിക്കുന്നത് പോലും ആന വരുന്നുണ്ടോ എന്ന് നോക്കിയാണ്. പണ്ടൊക്കെ രാത്രികാലങ്ങളിലായിരുന്നു വന്യജീവി ആക്രമണം. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. രാവും പകലും എന്നില്ല. കല്ലേലി എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. കൃഷിയിടത്തിൽ നിന്ന് കാട്ടാനയെയും കാട്ടുപോത്തിനെയും കണ്ട് ഭയന്നോടി പലർക്കും അപകടം പറ്റുന്നത് നിത്യസംഭവമാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ ഏതു നിമിഷവും വന്യജീവി ആക്രമണം ഭയന്നാണ് ഇവർ കഴിയുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായിട്ട് തന്നെ ഉണ്ട്. കാരണം ഇപ്പം ഈയിടെയായിട്ട് ഇപ്പം ഇവിടെ കാട്ടി ഭയങ്കര ശല്യമാണ്. കാരണം ആന രാവിലെ പോലും നമുക്ക് കാട്ടി 8 മണി കഴിഞ്ഞാൽ പോലും ആനയുടെ ശല്യമാണ് വരുന്നത്. ജീവിക്കാൻ ഒരു തരത്തിലൊക്കത്തില്ല. പേടിച്ച് ഭയന്ന് വേണം വെട്ടാൻ പോകാൻ, ടാപ്പിങ്ങിന് വേണം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ഒക്കത്തില്ല ഇറങ്ങി നടക്കാൻ. വെട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇത്ര തൊട്ട ഇതുപോലെ ഇങ്ങനെ വന്നു. ഞാൻ ഒരു ചുള്ളി ഒടിയുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ നിൽക്കുമോ കാട്ടുപോത്ത്. ഞാനൊരു 2 മരത്തിൻ്റെ ഇടയ്ക്കോട്ട് അങ്ങ് വീണു. 5-6 ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ട്രെഞ്ച് എടുത്ത് തരാമെന്ന് ഫോറസ്റ്റിനോട് പറഞ്ഞേക്കുന്നത്. അത് ഇതുവരെയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഫോറസ്റ്റുകാർ സമ്മതിക്കത്തില്ല. കല്ലേലി എസ്റ്റേറ്റിൽ വലിയൊരു ഭാഗത്ത് പൈനാപ്പിൾ കൃഷി നടക്കുന്നുണ്ട്. പൈനാപ്പിളിന്റെ ഗന്ധം കാട്ടാനയെ കൂടുതലായി ആകർഷിക്കാൻ കാരണമാകുന്നു. തോട്ടത്തിൽ ജോലിക്കാർ പണിക്കിറങ്ങുന്നത് കടുവയുടെ ശബ്ദം വരുന്ന സ്പീക്കർ സജ്ജീകരിച്ച ശേഷമാണ്. വനം വകുപ്പോ സർക്കാരോ പ്രശ്നപരിഹാരം കാണുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്പനി തയ്യാറായാൽ പോലും വനപാലകർ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആനയെ തുരത്തി ഓടിക്കുന്നതിനോ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനായാലും ശരി യാതൊരുവിധ പിന്തുണയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. 10 പേര് താമസിക്കുന്ന ഒരു മേഖലയിലായിട്ട് പോലും കൂട്ടത്തോടാണ് രാവിലെ വെളുപ്പിനെ 5 മണിക്ക് ആന വരുന്നത്. രാവിലെ തൊഴിലാളികൾക്ക് ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, മറ്റു വർക്കുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി വന്യജീവി ശല്യം ഒഴിവാക്കാൻ മാത്രം അവ പര്യാപ്തമല്ല. ട്രഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി വനം വകുപ്പിൽ നിന്ന് ലഭിക്കാത്തതും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലും വന്യജീവി ആക്രമണം രൂക്ഷമാണ്. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുമ്പോൾ പതിവ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം ശാശ്വതമായ പരിഹാരമാണ് ഈ സാധാരണക്കാർക്ക് ആവശ്യം. അതിനുള്ള നടപടികളാണ് വനം വകുപ്പും സർക്കാരും സ്വീകരിക്കേണ്ടത്. അനു ഇളകൊള്ളൂരിനും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനുമൊപ്പം എ.വി. ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.